ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഉമ്മൻചാണ്ടി. യുഡിഎഫിൽ സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങിയിട്ടില്ല. ഘടകകക്ഷികളുടെ ആവശ്യം മുന്നണി പരിഗണിക്കുമെന്നും ഉമ്മൻചാണ്ടി കാസർഗോട്ട് പറഞ്ഞു. ഉമ്മൻചാണ്ടി സാർ മത്സരിക്കാൻ നേതാക്കന്മാർക്കിടയിൽ വലിയ താല്പര്യമുണ്ട്. അതിന് ചർച്ച ചെയ്യാൻ പോകുന്നത് വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് മനു ഭരതം, തിരുവനന്തപുരത്ത് നിന്ന് ആർ കിരൺ ബാബുവും ചേരുന്നു. ആദ്യം മനുവിലേക്ക്. മനു, ആദ്യം കിരൺ ബാബുവാണ് ചേരുന്നത്. കിരൺ, ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന ആവശ്യം KPCC അധ്യക്ഷൻ ഉൾപ്പെടെ പരസ്യമായി പറഞ്ഞു. ആ വിഷയത്തിൽ ഉമ്മൻചാണ്ടി മനസ്സ് തുറന്നിരിക്കുന്നു. ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ മത്സരിക്കാം എന്നതാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. അദ്ദേഹം മത്സര രംഗത്തുണ്ടാകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? രേണുക, ഈ ഘട്ടത്തിൽ ഏകദേശം ഉറപ്പിച്ച് പറയാൻ കഴിയും, പക്ഷേ പൂർണ്ണമായും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഹൈക്കമാൻഡ് എന്നാണ് പ്രഖ്യാപനം വരേണ്ടത്. അങ്ങനെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം എവിടെയും വന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, KPCC അധ്യക്ഷനാണ് ഇന്നലെ പറഞ്ഞത് ഉമ്മൻചാണ്ടി മത്സരിക്കണം എന്നുള്ളത്. KPCC അധ്യക്ഷൻ ഇങ്ങനെ ഒരു തീരുമാനം പറയുന്നത് പ്രത്യേകിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. ഹൈക്കമാൻഡിന്റെ മനസ്സിലിരിപ്പ് പൂർണ്ണമായും തിരിച്ചറിയാതെ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്ന് അതിനുശേഷം ഉമ്മൻചാണ്ടി ഈ അവകാശവാദം നിഷേധിച്ചിരുന്നു. താൻ മത്സരത്തിന് ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്ക് പ്രതികരിച്ചത്. മുകുൾ വാസ്നിക്ക് ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥി സാധ്യത തള്ളാതെയുള്ള പ്രതികരണമായിരുന്നു നടത്തിയത്. AICCയുടെ മറ്റൊരു ജനറൽ സെക്രട്ടറിയായ ഉമ്മൻചാണ്ടി തന്നെ നിഷേധിച്ചിട്ടും മുകുൾ വാസ്നിക്ക് ഈ സാധ്യത തള്ളിയില്ല എന്നതിനർത്ഥം ഹൈക്കമാൻഡിന് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കേരളത്തിൽ എത്താനുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ താല്പര്യമുള്ള നേതാവാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ പോകാൻ അധികം താല്പര്യമുള്ള നേതാവല്ല. ഉമ്മൻചാണ്ടി വളരെ മുമ്പ് തൊട്ട് തന്നെ അടുത്ത കാലത്ത് മാത്രമാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ശ്രദ്ധ വന്നതും. അതും രാഹുൽ ഗാന്ധിയുടെ നിർബന്ധപ്രകാരമാണ്. അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ പൂർണ്ണമായും ശ്രദ്ധിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് മറ്റ് ലക്ഷ്യങ്ങളില്ലാത്ത ഒരു നേതാവ് കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയാണ് ഒരു സുപ്രധാന സംസ്ഥാനത്തിന്റെ ചുമതല കൊടുത്ത് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നത്. ഇപ്പോൾ വീണ്ടും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഭാഗത്ത് നിന്ന് മത്സരിച്ച മതിയാവൂ എന്നൊരു നിർദ്ദേശം വന്നാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വന്നാൽ സ്വാഭാവികമായും ഉമ്മൻചാണ്ടി മത്സരരംഗത്തുണ്ടാകും. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഇപ്പോൾ മനു ഭരത് കൂടി ചേരുന്നു. മനു, കാസർഗോഡാണ് ഉമ്മൻചാണ്ടി ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്? രേണുക, ജോസ് കെ മാണിയുടെ യാത്ര തുടങ്ങുന്ന കാസർഗോഡ് ജില്ലയിൽ വെച്ച് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം ഉണ്ടാകും, അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾ വലിയ തോതിൽ വിഷയമാകുമെന്ന് നേരത്തെ തന്നെ നമ്മൾ കണക്കുകൂട്ടിയിരുന്നു. ഉമ്മൻചാണ്ടിയോട് ചോദിച്ച ചോദ്യം മത്സര രംഗത്തുണ്ടാകുമോ എന്നാണ്. ഏതായാലും നേരത്തെ താൻ മത്സര രംഗത്തുണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു ഉമ്മൻചാണ്ടി. ആ നിലപാട് ഇവിടെ ആവർത്തിച്ചില്ല. സീറ്റ് വിഭജനവും സീറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ചർച്ചയ്ക്ക് വരുന്നേ ഉള്ളൂ എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. അപ്പോഴാണ് നമ്മൾ എടുത്തു ചോദിച്ചത്, ഇത്തരത്തിൽ ഹൈക്കമാൻഡിൻ്റെ ഒരു നിർദ്ദേശമുണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. ആ കാര്യത്തിലാണ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം വരട്ടെ, അപ്പോൾ പരിഗണിക്കും എന്ന നിലയിൽ ഉമ്മൻചാണ്ടി പ്രതികരിച്ചത്. ഇത് വൻ സമ്മർദ്ദം ഉമ്മൻചാണ്ടിക്ക് മുകളിൽ മത്സരിക്കാൻ ഉണ്ട് എന്ന കാര്യം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ അത്തരത്തിൽ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു സമ്മർദ്ദമുണ്ടാകുന്ന പക്ഷം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ അതിനുള്ള താല്പര്യം ഉമ്മൻചാണ്ടിക്കുണ്ട് എന്നും വ്യക്തമാക്കുന്നു. ഏതായാലും നേരത്തെ തന്നെ പ്രതീക്ഷിച്ച തരത്തിൽ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് UDFിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം മുതിർന്ന സ്ഥാനാർത്ഥികളെ തന്നെ മത്സരിപ്പിച്ചുകൊണ്ട് ഒരു കടുത്ത മത്സരം ഈ സംസ്ഥാനത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് വയ്ക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഉമ്മൻചാണ്ടി കൂടി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുകൊണ്ട് വ്യക്തമാക്കുന്നത്. രേണുക, കിരൺ, മനു വിശദീകരിച്ചത് കേട്ട് കാണുമല്ലോ. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ, ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത്. മറിച്ചൊരു പ്രതികരണം നടത്തുന്നത് ശരിയല്ല എന്ന ബോധ്യത്തിൽ നിന്നുകൂടിയാകും ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു മറുപടി നൽകിയിരിക്കുന്നത്. ജയസാധ്യത മാത്രം മുൻനിർത്തിയാണ് ഇതുപോലെയുള്ള നിർദ്ദേശങ്ങൾ, ഉമ്മൻചാണ്ടി ഉൾപ്പെടെ മത്സരിക്കണമെന്ന നിർദ്ദേശങ്ങൾ കേരളത്തിലെ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതനുസരിച്ച് ഹൈക്കമാൻഡും ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. വലിയ സമ്മർദ്ദമുണ്ടായാൽ ഉമ്മൻചാണ്ടി മത്സരിക്കുമെന്നാണോ നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? രേണുക, അതുതന്നെയാണ്.
ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി വളരെ പണ്ട് മുതലേ മറ്റ് കേരളത്തിലെ പ്രധാന കോൺഗ്രസിലെ നേതാക്കളെ പോലെയല്ല, പൂർണ്ണമായും ഉമ്മൻചാണ്ടിയുടെ കളം എന്ന് പറയുന്നത് കേരളം മാത്രമായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ചൂടുറപ്പിക്കുക, കേരള രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ഘട്ടത്തിലും അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പ്രത്യേക ശ്രദ്ധ കൊടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല അതിൽ നിന്നും മാറി നിൽക്കാനും ഒരു പരിധിവരെ ശ്രദ്ധിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച ഒരു ദൗർബല്യം എന്ന് പറയുന്നത് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഹൈക്കമാൻഡുമായി ചേർന്ന് നിൽക്കുന്ന ആരുമായും അത്തരത്തിലൊരു ബന്ധമില്ല. കേരളത്തിൽ വലിയ നേതാവായിരിക്കുമ്പോൾ തന്നെ ഹൈക്കമാൻഡുമായി ആ തരത്തിൽ ബന്ധമില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ ഉമ്മൻചാണ്ടിയെ ഒരു സുപ്രധാന ചുമതല കൊടുത്തത് രാഹുൽ ഗാന്ധി തന്നെയാണ്. ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവിന് കേരളത്തിൽ ഇത്രത്തോളം മുന്നണി സംവിധാനത്തെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവിന്, അതിശക്തമായ ഒരു പ്രതിപക്ഷ നിരയുള്ള നേതാവിന്, പരസ്പരം ഭരണം ഓരോ 5 വർഷവും മാറി വരുന്ന സംസ്ഥാനത്ത് നേതൃത്വം കൊടുക്കുന്ന നേതാവിന് ദേശീയ തലത്തിൽ പലതും ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിന്റെ കഴിവ് ദേശീയ തലത്തിൽ ഉപയോഗിക്കണം എന്നതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ ഉത്തരവാദിത്തം നൽകി. അതും വലിയൊരു സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആന്ധ്രാപ്രദേശ് പോലെ വലിയ സംസ്ഥാനത്തിന് ഉത്തരവാദിത്തമാണ് അദ്ദേഹം രാഹുൽ ഗാന്ധി നൽകിയത്. വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ ഉമ്മൻചാണ്ടിയെ പോലെ മുതിർന്ന നേതാവ് മത്സരിച്ചാൽ സ്വാഭാവികമായും കേരളത്തിലെ 20 മണ്ഡലങ്ങളും UDF ഒരു ഏറിയും കുറഞ്ഞും ഇതിന് ഗുണമുണ്ടാവും. കോൺഗ്രസ് മത്സരത്തെ വളരെ ഗൗരവത്തോടുകൂടി കാണുന്നു. UDF സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള നേതാവാണ് ഉമ്മൻചാണ്ടി. അതിന് സമാനമായി നിർത്താൻ കഴിയുന്ന ഒരു നേതാവ് UDF ഏതെങ്കിലും ഒരു പാർട്ടിയിലില്ല. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി മുന്നിട്ടിറങ്ങി മത്സരിക്കുന്നു വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ ആകെ ചിത്രത്തിൽ UDF അനുകൂലമായ ഒരു തരംഗമുണ്ടാവും, അല്ലെങ്കിൽ UDF അനുകൂലമായ ഒരു മാറ്റം ചെറിയ തോതിലെങ്കിലും ഏറെയും കുറഞ്ഞുമായിരിക്കും പല മണ്ഡലങ്ങളും ഉണ്ടാവുക. അതുണ്ടാവാൻ സാധ്യതയുണ്ട്. മധ്യ കേരളത്തെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിത്വം തീർച്ചയായും UDF ഒരു പരിധിവരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കേരളം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് നിർണായകമായ ഒരു സംസ്ഥാനമാണ്. കേരളത്തിൽ നിന്ന് നിർണായകമായ ഒരു സീറ്റും കേന്ദ്രത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് കോൺഗ്രസിന് ഒരു ജീവൻ മരണ പോരാട്ടമാണ് എന്ന് തന്നെ പറയാം. ഒരിക്കൽ കൂടി മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വമടക്കം ചോദ്യം ചെയ്യപ്പെടാം. കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള വലിയൊരു ഭാഗം നേതാക്കളടക്കം കോൺഗ്രസിൽ നിലനിൽക്കുമോ എന്നുള്ളടക്കം പല ചോദ്യങ്ങളും വരും. പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടാം. അതുകൊണ്ട് തന്നെ ഒരു ജീവൻ മരണ പോരാട്ടത്തിനാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ശക്തമായ സ്ഥാനാർത്ഥികളെ അണിനിരത്തുക, ഏതെല്ലാം വിധത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും വിജയിക്കുക, അതിനപ്പുറം പിന്നീട് വരുന്ന കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാം എന്നുള്ള നിലപാടിലേക്കാണ് മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം തന്നെ സുപ്രധാന തീരുമാനങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ പോലെ ഇതുവരെയും അനേക സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും പ്രിയങ്ക ഗാന്ധിയെ ഇറക്കേണ്ട, അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കേണ്ട, കട്ടന് പിന്നിൽ മാത്രം നിർത്തിയിരുന്നാൽ മതി എന്ന സ്ഥാനത്ത് നിന്ന് അല്ല, കട്ടന് മുന്നിൽ വന്ന് ഞങ്ങൾ അവസാന ആയുധവും എടുത്ത് തന്നെയാണ് മത്സരത്തിനിറങ്ങുന്നത് എന്നൊരു തീരുമാനമെടുത്തത്. അതിന്റെ വ്യക്തമായ ജയസാധ്യത ഒരു കാരണമായി പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടി മത്സരിക്കുന്നു എന്നത് തന്നെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ വളരെ സീരിയസ് ആയി കാണുന്നു. ആ രീതിയിലുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു ചർച്ച ഉണ്ടാക്കാൻ കൂടി കഴിഞ്ഞിട്ടുണ്ട്, അതിന് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം പോസിറ്റീവായി മാത്രം കണ്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായ പ്രകടനങ്ങളുമായി തന്നെ നമ്മൾ ഇതിനെ കണ്ടാൽ മതിയോ? അതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പ് കളിയുടെ ഭാഗമായി ഇതിനെ കാണേണ്ടതുണ്ടോ? ഗ്രൂപ്പ് കളിയുടെ ഭാഗമായി തൽക്കാലം ഇതിനെ കാണാനാവില്ല. സ്വാഭാവികമായും ഉമ്മൻചാണ്ടി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവട് മാറ്റുന്നത് കേരളത്തിൽ ഗ്രൂപ്പിനെ സംബന്ധിച്ച് സന്തോഷകരമായ കാര്യമാണ്. ഭാവിയിലേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതാവാകണം എന്നടക്കമുള്ള ചർച്ച വരുമ്പോൾ ഗ്രൂപ്പിന് മേൽക്കൈ നൽകുന്നതും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് മേൽക്കൈ നൽകുന്നതുമാണ് ഈ തീരുമാനം. അത്തരത്തിലേക്ക് മാറ്റത്തിനുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ കൊണ്ടല്ല ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഗ്രൂപ്പുകളുടെ താല്പര്യമോ ഗ്രൂപ്പ് നേതാക്കളുടെ താല്പര്യമോ ഒന്നുമല്ല ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് മുന്നിലുള്ളത്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഏത് വിധത്തിലും BJPയുടെ നിന്ന് അധികാരം തിരിച്ചുപിടിക്കുക, അത് അവർക്കൊരു വലിയ വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിക്ക് മുന്നിൽ മറ്റെല്ലാ പരിഗണനകളും പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ടാവണം അവർ ഇത്തവണ മത്സരത്തിലേക്ക് ഇറങ്ങുന്നത്. KC വേണുഗോപാലിനെ പോലെ ഒരു നേതാവിന് ഇപ്പോൾ സുപ്രധാന പദവി നൽകിയതടക്കം ഇതെല്ലാം നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ്. കേരളത്തിൽ നിന്ന് ഇതുവരെയുള്ള രീതി അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ തന്നെ പലവട്ട ചർച്ചകൾ നടത്തണം, കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തണം, ഇവിടുത്തെ ജാതിമത സമവാക്യങ്ങൾ ശരിയാവണം, ഗ്രൂപ്പ് സമവാക്യങ്ങൾ ശരിയാവണം. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിച്ചാണ് പലപ്പോഴും കോൺഗ്രസിൽ ഒരാൾക്ക് ഒരു പദവി നൽകുന്നത്. പലപ്പോഴും പാക്കേജുകളായി പോലും പദവി നൽകേണ്ട ഒരു ഗതികേടിൽ കൂടിയായിരുന്നു കോൺഗ്രസ്. അതിൽ നിന്നെല്ലാം മാറി കോൺഗ്രസ് ഒരു ജീവൻ മരണ പോരാട്ടത്തിലേക്കാണ് ഇറങ്ങുന്നത്. ഇവിടെ പരാജയപ്പെട്ടാൽ കോൺഗ്രസ് ഒരിക്കൽ കൂടി മനു, ഇവിടെ രമേശ് ചെന്നിത്തലയോട് സീറ്റ് സംബന്ധിച്ച ചോദ്യങ്ങൾ, ഘടകകക്ഷികളുടെ എത്ര സീറ്റ് കൊടുക്കും എന്നത് സംബന്ധിച്ച ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ രമേശ് ചെന്നിത്തല അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടി അവിടെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ സംസാരിച്ചു. കോട്ടയം ലോക്സഭാ സീറ്റ് കേരള കോൺഗ്രസിന് തന്നെ, ഘടകകക്ഷികളുടെ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കും, ഒപ്പം തന്നെ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ താൻ മത്സരിക്കും എന്ന കാര്യങ്ങളിലൊക്കെയും അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷ എങ്ങനെയായിരുന്നു? മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നതിനപ്പുറം ആത്മാർത്ഥമായി തന്നെയാണോ അദ്ദേഹം ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ മത്സരിക്കും എന്ന് പറഞ്ഞത്?
രേണുക, ഇന്ന് ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവനയും ഒപ്പം തന്നെ കെ സുധാകരൻ കണ്ണൂരിൽ നടത്തിയ പ്രസ്താവനയും നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. പ്രധാനമായ ഒരു കാര്യം മുന്നണികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മുന്നണിയിൽ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അസ്വാരസ്യം ഉണ്ടാകാതിരിക്കാനുള്ളൊരു ശ്രമം പ്രഥമഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നു. രണ്ട് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഒന്ന്, BJP പോലുള്ള സംഘടനകൾ ദക്ഷിണേന്ത്യയിലും അതുപോലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും പിടിമുറുക്കാനുള്ള ശ്രമം നടത്തുന്നത് കോൺഗ്രസിന് തിരിച്ചടിയാകാതിരിക്കാനുള്ളൊരു ശ്രമം ആരംഭഘട്ടത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇതിനെ കൂട്ടി വായിക്കേണ്ടത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വലിയ ശക്തമായ പോരാട്ടം തന്നെ അല്ലെങ്കിൽ ശക്തമായ ഒരു മത്സരം തന്നെ കാഴ്ചവെക്കുക എന്ന ലക്ഷ്യം കോൺഗ്രസിനുണ്ട്. ഇത് ഘടകകക്ഷികൾക്കിടയിൽ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ലാതിരിക്കണമെങ്കിൽ ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾ തന്നെ മത്സരത്തിൽ രംഗത്ത് വരിക എന്നത് ഒരു തന്ത്രമായി കോൺഗ്രസ് കാണുന്നു എന്ന് വേണം ഇതിനെ കണക്കാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ പറയുന്നത് കൂടുതൽ സീറ്റ് ഘടകകക്ഷികൾക്ക് ചോദിക്കാൻ അധികാരമുണ്ടെങ്കിലും അത് നൽകേണ്ടത് മുന്നണികൾക്കാണ് എന്നത്. ഉമ്മൻചാണ്ടിയും കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ നിലവിലെ മുന്നണി സംവിധാനത്തിനകത്ത് നിലവിൽ ഉള്ള സീറ്റ് വിഭജനത്തെ മാറ്റുന്ന കാര്യത്തിൽ വലിയ തോതിൽ ചർച്ച നടക്കില്ല. ഏതായാലും പ്രമുഖർ മത്സരിക്കുന്നു, ശക്തമായ പോരാട്ടം കേരളത്തിൽ ഉണ്ടാകും എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഉമ്മൻചാണ്ടിയും സുധാകരനും ഇരുവശങ്ങളിലായി നിന്ന് നൽകുന്നത്. ഒരു കാര്യം ഇതിൽ വളരെ അസന്നിഗ്ധമായി പറയാൻ കഴിയും. ശക്തമായ ഒരു സമ്മർദ്ദം ഉമ്മൻചാണ്ടിക്ക് മുകളിലുണ്ട്, മറ്റ് നേതാക്കൾക്ക് മുകളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ തീർച്ചയായും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മത്സര രംഗത്ത് ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. മനു ഭരതും ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ.